ഇന്ന് സല്യൂട്ട് ടീച്ചറില് സ്വന്തം അധ്യാപികയുമായി എത്തിയിരിക്കുന്ന നമ്മുടെ വൈറ്റ് ഹൗസ് ചാമ്പ് ആയിട്ടുള്ള ലീഡർ വൈഷ്ണവിയാണ്. വൈഷ്ണവിയുടെ പ്രിയപ്പെട്ട, നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഷീജ ഷാജഹാൻ എന്ന ടീച്ചറാണ് ഇന്ന് നമുക്ക് മുമ്പിൽ നമ്മുടെ സല്യൂട്ട് സ്വീകരിക്കാനായിട്ട് എത്തിയിരിക്കുന്നത്. ടീച്ചർ നമസ്കാരം. പ്രോഗ്രാമിലേക്ക് ടീച്ചറിനെ പറ്റി ഞങ്ങൾ പറഞ്ഞേക്കാം. ടീച്ചർ വളരെ നല്ലൊരു അധ്യാപികയാണ്. മിഡിൽ ഈസ്റ്റിലൊക്കെ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. മലയാളമാണ് മാമിന്റെ സബ്ജക്റ്റ്. ഒരു അധ്യാപിക എന്നതിലുപരി ടീച്ചറിനെ പറ്റി കുട്ടികളോട് ചോദിച്ചാൽ പറയുന്നത് ഞങ്ങളുടെ അമ്മയെ പോലെയാണെന്ന്. അതിനപ്പുറം അല്ല. അത് കഴിഞ്ഞിട്ട് അധ്യാപിക എന്ന് കുട്ടികൾ പറയും. അത്രയ്ക്ക് സ്നേഹത്തോടെ വാത്സല്യത്തോടെ വളരെ രസകരമായിട്ട് ഒരു ഭാഷയെ കുട്ടികൾക്ക് അത്രത്തോളം പ്രിയപ്പെട്ടതാക്കി. എങ്ങനെ ആ ഒരു അറിവ് കുട്ടികളുടെ മനസ്സിൽ വാത്സല്യത്തോടെ വെക്കാം എന്നൊരു കടമ വളരെ നന്നായിട്ട് നിർവഹിക്കുന്ന ഒരു ടീച്ചറാണ് നമ്മുടെ ഷീജ ഷാജഹാൻ ടീച്ചർ. മറ്റ് ഇതര കാര്യങ്ങളിലും ടീച്ചറിന്റെ മുദ്ര പതിഞ്ഞിട്ടുണ്ട്. ടീച്ചർ പല പ്രധാനപ്പെട്ട പ്രോഗ്രാംസിനും ശബ്ദം നൽകുന്നുണ്ട്. വളരെ സ്വീറ്റ് ആണ് നമ്മുടെ ടീച്ചറിന്റെ വോയിസ്, എനിക്ക് ഇപ്പൊ അറിയാൻ പറ്റും. അപ്പൊ ടീച്ചറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു, ഒപ്പം വൈഷ്ണവിയെയും. അതിന് മുമ്പ് നമുക്ക് ടീച്ചറിന് ഒരു സർപ്രൈസ് കൊടുത്താലോ? കൂട്ടുകാരെ, എന്റെ പേര് സൽഹ ഫാത്തിമ. ഞാൻ ഐഡിയൽ ഇംഗ്ലീഷ് സ്കൂളിൽ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എന്നോട് ആരെങ്കിലും എനിക്ക് ഇഷ്ടമുള്ള ടീച്ചർ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ തീർച്ചയായും പറയും ഷീജ മാം. എന്നെ ഇത്രയും കോൺഫിഡൻസോട് കൂടി സംസാരിക്കാൻ പഠിപ്പിച്ചു തന്നത് ഷീജ മാം ആണ്. എന്നെ എല്ലാ നല്ല കാര്യങ്ങളും പഠിപ്പിച്ചു. ഷീജ മാം നമ്മളെല്ലാം സ്വന്തം കുട്ടികളെ പോലെയാണ് കാണുന്നത്. I miss you, ഷീജ മാം. I love you, ഷീജ മാം. എനിക്ക് ഷീജ ടീച്ചറിനെ ഒത്തിരി ഇഷ്ടം. I love you, ഷീജ ടീച്ചറെ. I love you, ഷീജ മാം. മാമിന് ഒരുപാട് ഇഷ്ടം. ഹായ് മാം, ഞാൻ പാർവതിയാണ്. മാമിന് സുഖല്ലേ? മാം പഠിപ്പിച്ച പാട്ടും കഥകളും ഒന്നും ഞാൻ മറന്നിട്ടില്ല. ഐ ലവ് യു മാം. ഐ മിസ് യു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും തരാൻ പോകുന്നത് എന്റെ പ്രിയപ്പെട്ട ടീച്ചർ ഷീജ മാമിനെയാണ്. എന്റെ ടീച്ചർ എന്ന് പറയുന്നേക്കാളും നല്ലത് ഞാൻ പഠിപ്പിച്ച എല്ലാ കുട്ടികളുടെയും ടീച്ചർ എന്നാണ്. മാമിനെ എല്ലാ കുട്ടികൾക്കും ഒരുപാട് ഇഷ്ടമാണ്. ഞങ്ങൾ കുട്ടികൾ മാമിന് മാം എന്നുള്ള സ്ഥാനമല്ല കൊടുക്കുന്നത്. അതിനേക്കാളും കൂടുതൽ ഞങ്ങൾ കൊടുക്കുന്നത് അമ്മ എന്നൊരു സ്ഥാനമാണ്. മാം ഞങ്ങളെ പഠിപ്പിക്കുന്നത് ക്ലാസ് റൂമിൽ നിന്നും ഇറങ്ങി ഒരു മരത്തിന്റെ ചോട്ടിലോ ഗ്രൗണ്ടിലോ ഒക്കെ ഇരുന്നിട്ട് കഥകളിലൂടെയും പാട്ടുകളിലൂടെയും ആണ് മാം ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. മാം ഒരുപാട് കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. മാം ഒരു കുട്ടിയുടെ മുഖം മാടിയിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ അവരെ വിളിച്ച് അടുത്തെത്തി ചോദിക്കും എന്താ പറ്റിയത്, എന്നിട്ട് ഞങ്ങളെ ആശ്വസിപ്പിക്കും. എനിക്ക് മാമിനെ ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ മാം നല്ലൊരു മനസ്സുള്ള മാമാണ്. മാം ഒരുപാട് കുട്ടികളെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ഞാന് നിങ്ങളുടെ മുന്നിൽ നിന്ന് സംസാരിക്കണമെങ്കിൽ അതിനുള്ള ഒരു കാരണക്കാരിൽ ഒരാളാണ് ഷീജ മാം. ഈ ലോകത്തുള്ള എല്ലാ ഗുരുക്കന്മാർക്കും എന്റെ വക ഒരു പ്ലെഡ്ജ് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. സ്നേഹാദരങ്ങളോടെ അറിവിന്റെ മാർഗദീപങ്ങൾക്ക് വന്ദനം. We salute you, teacher. We salute you. Salute you, teacher. Salute you, teacher. Salute you, teacher. Salute you, teacher. We salute you, teacher. അവിടുന്ന് തന്ന ദീപം ഞങ്ങൾ കെടാതെ സൂക്ഷിക്കുന്നു. We salute you,
salute you, teacher. ഞങ്ങളുടെ ജീവിതയാത്രയിൽ ഈ ഭൂമിയിലുള്ള കാലം അത്രയും സ്മരിക്കുന്നു ഞങ്ങൾ ഓരോ ഗുരുക്കന്മാരെയും. We salute you, teacher. We Salute you, teacher. We salute you, teacher. Salute you. പകർന്നും പകർത്തിയും കൊടുത്തു പോകാൻ ശ്രമിക്കുകയാണ് ഞങ്ങൾ. നിങ്ങൾ തന്ന ദീപം, നിങ്ങൾ തന്ന നന്മ പകരട്ടെ ഞങ്ങൾ മറ്റു മനസ്സുകളിലേക്ക്. We salute you, teacher. We salute you, teacher. Salute you, teacher. Salute you, teacher. We salute you, teacher. We salute you. We salute you, teacher. Salute you, teacher. We salute you, teacher. We salute you, teacher. Salute you, teacher. We salute you. Salute you. Thank you. താങ്ക് യു വൈഷ്ണവി. കേൾക്കാൻ We പറ്റുന്നുണ്ട്? salute you, teacher. കേൾക്കാൻ പറ്റുന്നുണ്ട്, പറഞ്ഞോളൂ. എല്ലാവർക്കും നമസ്കാരം. കുട്ടികളുടെ സർഗവാസന പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച വൈറ്റ് ടോക്സ് എന്ന ഈ പ്രോഗ്രാമിന്റെ സംഘാടകരായ ബിനോയ് സാറിനും വിനിത മേഡത്തിനും എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. സല്യൂട്ട് ടീച്ചർ എന്ന ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ച പ്രിയ വൈഷ്ണവി കുട്ടിക്ക് പ്രത്യേക നന്ദി. അതോടൊപ്പം എന്റെ എല്ലാ പ്രിയ കുഞ്ഞിപ്പൂമാറ്റകൾക്കും ബെന്നമാഷിനും പ്രിയ രക്ഷിതാക്കൾക്കും എന്റെ നമസ്കാരം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? മേമിനെ കേൾക്കാൻ കഴിയുന്നുണ്ടോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമാണ്. COVID-19 കാരണം നമ്മുടെ ക്ലാസ്സുകൾ ഈ വർഷവും ഓൺലൈനായി പോകാൻ പറ്റാത്തിലാണ്. സാരമില്ല, വീണ്ടും ടീച്ചറുടെ മുന്നിൽ ഇരുന്ന് കൂട്ടുകാരോടൊപ്പം വീണ്ടും നമുക്ക് അതിനുള്ള അവസരം തരട്ടെ. ആദ്യമായി നിങ്ങളോട് മാം ഒരു കാര്യം ചോദിക്കട്ടെ? ഓൺലൈൻ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് പാഠങ്ങൾ പഠിച്ചു കഴിഞ്ഞ് പ്രവർത്തനങ്ങളൊക്കെ ചെയ്തതിനു ശേഷമുള്ള സമയം നിങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കുക? നിങ്ങളുടെ നിങ്ങൾക്ക് കിട്ടുന്ന ഒഴിവ് സമയം വരയ്ക്കും. പല ആക്ടിവിറ്റികളും ചെയ്യും. മാം മ്യൂട്ടാണ്. മാം മ്യൂട്ടാണ്. കേൾക്കാൻ കഴിയുന്നുണ്ടോ? ഓൺലൈൻ ക്ലാസ്സിലെ പഠനമൊക്കെ കഴിഞ്ഞ് ഹോംവർക്ക് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ ഒഴിവ് സമയം നിങ്ങൾ എങ്ങനെയാണ് ചെലവഴിക്കുക? ഡാൻസ് കളിക്കും, പാട്ടുപാടും, പടം വരയ്ക്കും. നല്ല കുട്ടിയാണ് കേട്ടോ. ആരെങ്കിലും നല്ല പുസ്തകങ്ങൾ വായിക്കാറുണ്ടോ? പാഠപുസ്തകം അല്ലാതെ വായിക്കാറുണ്ടല്ലേ? വായനയുടെ പ്രാധാന്യത്തെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എല്ലാവരും വായനാശീലമുള്ള കുട്ടികൾ തന്നെയാണ് അല്ലേ? ജൂൺ 19 വായനാ ദിനം ആചരിച്ചില്ലേ? സ്കൂളുകളിലും നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകളിലും ഒക്കെ ധാരാളം പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ചെയ്തു. വായനാ കാർഡ് ഉണ്ടാക്കി, വായനാ ദിന സന്ദേശം ടീച്ചർ പറഞ്ഞു തന്നു, വായന പതിപ്പ് തയ്യാറാക്കി, സാഹിത്യകാരന്മാരെയും അവരുടെ കൃതികളെയും പരിചയപ്പെട്ടു, വായനാ ഗാനം ചൊല്ലി. അന്ന് ക്ലാസ്സിൽ ചൊല്ലിയ വായനാ ഗാനത്തിന്റെ 1-2 വരികൾ ആർക്കെങ്കിലും ചൊല്ലാമോ? ആരുടെയെങ്കിലും ഓർമ്മയിലുണ്ടോ? കേൾക്കാൻ കഴിയുന്നുണ്ടോ? മോളെ ചൊല്ലിക്കോളൂ. ഓർമ്മയുണ്ടോ വായനാ ഗാനം?
ഞാൻ ചൊല്ലാം. ആ ചൊല്ലിക്കോളൂ, പേര് പറഞ്ഞിട്ട്. എന്റെ പേര് ലിയ മെഹറിൻ. വായനയേക്കാൾ വലുതായി വല്ലതുമുണ്ടോ വളരാനായി. വായന നൽകും ലോകങ്ങൾ വേറെവിടുന്ന് ലഭിച്ചിടും. വയറിനു വേണം ചോറും കറിയും, മനസ്സിന് വേണ്ടത് വായനയും. വായന ലിയമോൾ യെസ്, ചൊല്ലിക്കോളൂ. എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ആ കേൾക്കാലോ. വയറിന് വേണം ചോറും കറിയും, മനസ്സിന് വേണ്ടത് വായനയും. വായന വാതിൽ തുറക്കുമ്പോൾ ചേതനമാനം മുട്ടുന്നു. നല്ല കുട്ടി. എല്ലാവരും നല്ലൊരു കൈയടി കൊടുക്കൂ. മുട്ടുന്നു. എല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിക്കൂ ലിയമോളെ. നല്ല മുട്ടാണ് കേട്ടോ, നല്ല കുട്ടിയാണ്. ഇപ്പൊ ടീച്ചർ ഒരു 4 വരി വായനഗാനം ചൊല്ലിത്തരാം. എല്ലാവരും കൂടെ ചൊല്ലണേ. അറിവാണമൃതൻ അറിയുക നാം. ഒന്ന് ചൊല്ലൂ ടീച്ചറുടെ കൂടെ. അറിവാണമൃതൻ അറിയുക നാം. അറിവാണമൃതമെന്നറിയുക നാം. അറിവാണ് അമൃത്, അമൃതാണ് കേട്ടോ. അറിവാണമൃതൻ അറിവാണമൃതെന്നറിയുക നാം. വായന വ്രതമാക്കിയിടുക നാം. വായന വ്രതമാക്കിയിടുക നാം. അറിവിൻ മുൻപിൽ ആരുടെ തലയും, അറിവിൻ മുമ്പിൽ ആരുടെ തലയും, താഴ്ന്നിടുമെന്നും അറിയുക നാം. താഴ്ന്നിടുമെന്നും അറിയുക നാം. അറിവുള്ളവരായി മാറുക നാം. അറിവുള്ളവരായി മാറുക നാം. തിരിച്ചറിവുള്ളവരായി വളരുക നാം. തിരിച്ചറിവുള്ളവരായി വളരുക നാം. വായന നൽകും വാക്കിൻ ശക്തി, വായന നൽകും വാക്കിൻ ശക്തി. വാചാലത കൊണ്ടറിയുക നാം. വാചാലത കൊണ്ടറിയുക നാം. നല്ല കുട്ടികളാണ് എല്ലാവരും അല്ലെ. അപ്പൊ എല്ലാവരും നല്ല നല്ല പുസ്തകങ്ങള് വായിക്കണം. എല്ലാ ദിവസവും വായനയ്ക്കായി കുറച്ച് സമയം മാറ്റിവെക്കണം. നിങ്ങൾ കൊച്ചു കുട്ടികളായതുകൊണ്ട് പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ രക്ഷിതാക്കളുടെയോ അധ്യാപകരുടെയോ ഒക്കെ സഹായത്തോടെ നല്ല പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് വായിക്കാൻ ശ്രമിക്കണം. എന്റെ മക്കൾ എല്ലാവരും വായന ശീലമാക്കില്ലേ? വായനാശീലമാക്കും. നിങ്ങളുടെ ഒഴിവു സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന 2 പ്രവർത്തനങ്ങൾ ഞാൻ പറഞ്ഞു തരാം. എല്ലാവരും ചെയ്യുമല്ലോ അല്ലേ? ചെയ്യും. പറയട്ടെ. ആദ്യത്തെ പ്രവർത്തനം, നന്മയെ സ്നേഹിക്കുക, തിന്മയെ വലിച്ചെറിയുക. അതാണ് നമ്മുടെ പ്രവർത്തനത്തിന്റെ പേര്. നന്മയെ സ്നേഹിക്കുക, തിന്മയെ വലിച്ചെറിയുക. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാമോ? ആദ്യം ഒരു പേനയും 2 പേപ്പറും എടുക്കുക. ആദ്യത്തെ പേപ്പറിൽ നിങ്ങൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന 4 കൂട്ടുകാരുടെ പേരുകൾ എഴുതുക. ആ പേപ്പറിന്റെ മറുവശത്ത് എന്തുകൊണ്ടാണ് നിങ്ങൾ ആ കൂട്ടുകാരെ ഇഷ്ടപ്പെടുന്നത് എന്ന കാരണം എഴുതുക. അല്ലെങ്കിൽ ആ കൂട്ടുകാരുടെ നല്ല ഗുണങ്ങൾ എഴുതുക. രണ്ടാമതായി അടുത്ത പേപ്പർ എടുക്കുക. എന്നിട്ടോ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത 4 കൂട്ടുകാരുടെ പേരുകൾ എഴുതുക. ആ പേപ്പറിന്റെ മറുവശത്ത് എന്തുകൊണ്ടാണ് നിങ്ങൾ അവരെ ഇഷ്ടപ്പെടാത്തത് എന്ന കാരണവും എഴുതുക. അതിനുശേഷം 2 പേപ്പറും വായിച്ചു നോക്കുക. ഇനി നല്ല ഗുണങ്ങൾ എഴുതിയ പേപ്പർ മാറ്റിവെക്കുക. ചീത്ത സ്വഭാവങ്ങൾ എഴുതിയ പേപ്പർ കയ്യിലെടുക്കുക. അതിൽ എഴുതിയിരിക്കുന്നത് ഒരിക്കൽ കൂടി വായിച്ചു നോക്കുക. നമുക്ക് ആ പേപ്പറിന്റെ ആവശ്യമില്ല. ആ പേപ്പർ നമ്മൾ ചുരുട്ടി വലിച്ചെറിയാൻ പോവാണ്. പക്ഷെ അതിനു മുമ്പ് നമ്മൾ ഒരു കാര്യം ചെയ്യണം. എന്താണെന്ന് അറിയാമോ? ആ പേപ്പറിൽ എഴുതിയിരിക്കുന്ന ഏതെങ്കിലും ചീത്ത സ്വഭാവങ്ങൾ നിങ്ങളിലുണ്ടെങ്കിൽ ആ പേപ്പർ ചുരുട്ടി വലിച്ചെറിയുന്നതിനോടൊപ്പം നിങ്ങളിലുള്ള ആ സ്വഭാവം കൂടി വലിച്ചെറിയണം. ഉദാഹരണം പറയട്ടെ. നിങ്ങൾ മിനി എന്നൊരു കുട്ടിയെ ഇഷ്ടമില്ലാത്ത ലിസ്റ്റിൽ എഴുതിയിരിക്കുകയാണ്. ആ കുട്ടിയുടെ ചീത്ത സ്വഭാവമാണ് കള്ളം പറയുക എന്നത്. അപ്പൊ കളവ് പറയുന്ന കുട്ടികളെ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? ഇല്ല. അപ്പൊ ആ കുട്ടിയുടെ ചീത്ത സ്വഭാവമാണ് കളവ് പറയുക. ഒരു നിമിഷം സത്യസന്ധമായി നിങ്ങളോട് തന്നെ ചോദിക്കുക, കളവ് പറയുന്ന സ്വഭാവം എന്നിലുണ്ടോ? ഉത്തരം ഉണ്ട് എന്നാണെങ്കിൽ
ആ പേപ്പർ ചുരുട്ടി വലിച്ചെറിയുന്ന കൂടെ തന്നെ നിങ്ങളിലുള്ള കളവ് പറയുക എന്ന സ്വഭാവത്തെ കൂടി വലിച്ചെറിയുക. എന്റെ മക്കൾക്ക് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ആ പേപ്പറിൽ എഴുതിയിരിക്കുന്ന ചീത്ത സ്വഭാവങ്ങളെല്ലാം നന്നായി വായിക്കുക. അത് നിങ്ങളിലുണ്ടെങ്കിൽ അത് നിങ്ങൾ ആ പേപ്പറോടൊപ്പം തന്നെ വലിച്ചെറിയുക. അപ്പൊ നമ്മൾ ആ പേപ്പർ വലിച്ചെറിഞ്ഞു, ചീത്ത സ്വഭാവങ്ങളും ഉണ്ടെങ്കിൽ അതും വലിച്ചെറിഞ്ഞു. ഇനി നമ്മൾ രണ്ടാമത്തെ പേപ്പർ എടുത്തു. അതിൽ എഴുതിയിരിക്കുന്നത് നല്ല കാര്യങ്ങളാണ്, അല്ലെ? നല്ല കൂട്ടുകാരുടെ പേരും നല്ല കാര്യങ്ങളുമാണ് എഴുതിയിരിക്കുന്നത്. ആ പേപ്പറും നിങ്ങൾ നന്നായി വായിച്ചു നോക്കുക. അതിൽ എഴുതിയിരിക്കുന്ന ഗുണങ്ങളും വായിക്കുക. ഉദാഹരണത്തിന് മിനി എന്ന കുട്ടി നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കൂട്ടുകാരിയാണ്. ആ കുട്ടിയുടെ ഒരു നല്ല ഗുണമായി നിങ്ങൾ എഴുതിയിരിക്കുന്നത് മറ്റുള്ളവരെ സഹായിക്കുമെന്നാണ്. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്ക് ആ ഗുണമുണ്ടോ ഇല്ലയോ? ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്വഭാവത്തിൽ അത് പകർത്തുക. മറ്റുള്ളവരെ സഹായിക്കുന്ന സ്വഭാവം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഈ നല്ല ഗുണങ്ങൾ എഴുതിയ പേപ്പർ നമ്മൾ മടക്കി നമ്മോടൊപ്പം സൂക്ഷിക്കുക. നിങ്ങൾക്ക് മനസ്സിലായോ എന്താ ചെയ്യേണ്ടതെന്ന്? സ്നേഹിക്കുക, തിന്മയെ വലിച്ചെറിയുക, അല്ലെ? നന്മയെ സ്നേഹിക്കുകയും തിന്മയെ വലിച്ചെറിയുകയും ചെയ്യുക. അടുത്തത് രണ്ടാമത്തെ പ്രവർത്തനം. നമ്മുടെ എല്ലാവരുടെയും വീട്ടില് ചെറിയ ജീവികളുണ്ട്, അല്ലെ? നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിലുണ്ട്. നമുക്ക് ഉദാഹരണമായി ഉറുമ്പിനെ എടുക്കാം. ഉറുമ്പിനെ കണ്ടിട്ടില്ലേ എല്ലാവരും? നിങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ടോ? ഉറുമ്പിനെ അടുത്ത് പോയി ഉറുമ്പ് എങ്ങനെയാണ് നടക്കുന്നത് നോക്കിയിട്ടുണ്ടോ? നല്ല കുട്ടികളാണല്ലോ. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? മനുഷ്യരായ നമ്മൾ നടക്കുമ്പോൾ നമ്മൾ നമ്മുടെ മുട്ട് മടക്കിയിട്ടാണ് നടക്കുക. ചെറുതായിട്ടൊന്ന് മടക്കിയാണ് നടക്കുക, അല്ലെ? നിങ്ങൾ ഉറുമ്പുകളെ നിരീക്ഷിക്കുമ്പോൾ ഉറുമ്പുകൾ എങ്ങനെയാണ് നടക്കുന്നത് എന്ന് നോക്കുക. അവര് നടക്കുമ്പോൾ അവരുടെ കാലിന്റെ മുട്ട് മടങ്ങുന്നുണ്ടോ? ഇത് നിങ്ങൾ വെറുതെ പറഞ്ഞാൽ പോരാ, ഉറുമ്പിനെ നിരീക്ഷിച്ച് തന്നെ കണ്ടെത്തണം. എന്നിട്ടോ നിങ്ങൾ നിരീക്ഷിച്ച് കണ്ടെത്തിയ കാര്യങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതുക. അതിനുശേഷം ഉറുമ്പിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുസ്തകങ്ങളിൽ നിന്നും വായിക്കുക. ആ വായിച്ച വിവരവും നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതുക. ഇനി എന്താ ചെയ്യേണ്ടതെന്നോ? നിങ്ങൾ കണ്ടെത്തിയ വിവരങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരുമായി ചർച്ച ചെയ്യുക. സ്വാഭാവികമായും ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ധാരാളം സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ ഉണ്ടാവും. ആ ചോദ്യങ്ങൾ നിങ്ങളുടെ ടീച്ചറോട് ചോദിച്ച് സംശയ നിവാരണം വരുത്തുക. നോക്കൂ, ചെറിയ ഒരു ഉറുമ്പിനെ നിരീക്ഷിച്ചതിലൂടെ നിങ്ങൾ എത്ര ഭാഷാ വ്യവഹാരങ്ങളാണ് പൂർത്തിയാക്കിയത്. നിങ്ങൾ ഉറുമ്പിനെ നിരീക്ഷിച്ചപ്പോൾ നിരീക്ഷണം എന്ന വ്യവഹാരം പൂർത്തിയാക്കി. അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ബുക്കിൽ എഴുതിയപ്പോൾ എഴുത്ത് എന്ന വ്യവഹാരം പൂർത്തിയാക്കി. പിന്നീട് കൂടുതൽ വിവരങ്ങൾക്കായി വായന നടത്തി, കൂട്ടുകാരുമായി ചർച്ച നടത്തി, അവസാനം പ്രധാനപ്പെട്ട ഒരു കാര്യവും ചെയ്തു. എന്താ ചെയ്തത്? ചോദ്യങ്ങൾ ചോദിച്ചു. ഒരു വിദ്യാർത്ഥിയുടെ ഏറ്റവും നല്ല ലക്ഷണമാണ് ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത്. മറ്റുള്ളവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞാൽ മാത്രം പോരാ, നമ്മൾ സ്വയം ചോദ്യങ്ങൾ ചോദിക്കുകയും വേണം. എപ്പോഴാണ് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ ഉള്ള അവസരം ഉണ്ടാവുന്നത്? നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതലായി അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ നമുക്ക് കഴിയുക. അപ്പൊ രണ്ട് പ്രവർത്തനവും എന്റെ മക്കൾ എല്ലാവരും ചെയ്യണം. ആ പ്രവർത്തനങ്ങൾ ചെയ്തതിന്റെ വിശദമായ വിവരങ്ങൾ ഒന്നുകിൽ നമ്മുടെ ബാലകലാസാഹിതി ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ടീച്ചർക്ക് വ്യക്തിപരമായോ പറഞ്ഞു തരണം. എല്ലാവരും ചെയ്യുമോ ആ രണ്ട് പ്രവർത്തനങ്ങളും? എല്ലാ കൂട്ടുകാരും ചെയ്യും? എല്ലാവരും ചെയ്യും അല്ലെ? ഇത്ര നേരം ഞാൻ പറഞ്ഞത് ഇത്തിരി മുതിർന്ന കുട്ടികൾക്കുള്ള പ്രവർത്തനങ്ങളാണ്. ഇനി നമുക്ക് നമ്മുടെ കുഞ്ഞു മക്കളുണ്ട് ഈ മീറ്റിംഗില്. സിദ്ധാർത്ഥുണ്ട്, ശ്രേഷ്ഠമോളുണ്ട്, സെഹ്റയുണ്ട്, സൽഹയുണ്ട്, പാർവതിയുണ്ട്, ഷഹ്മയുണ്ട്. അങ്ങനെ ധാരാളം കൊച്ചു കുട്ടികൾ ഈ മീറ്റിംഗിലുണ്ട് അല്ലെ? അപ്പൊ അവർക്ക് വേണ്ടി നമുക്കൊരു കുട്ടി പാട്ടായാലോ? റെഡിയാണോ എല്ലാവരും? നമ്മുടെ കുഞ്ഞു മക്കൾക്ക് വേണ്ടിയാണേ. ഷഹ്മ മോള് മേമിനെ ഒന്ന് സഹായിക്കണേ. അപ്പൊ നമുക്ക് തുടങ്ങാം. ഒരു അമ്മൂമ്മയുടെ മുത്തിയമ്മയുടെ പാട്ട് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചില്ലേ? കേൾക്കാൻ പറ്റുന്നുണ്ടോ മോളെ? ഓക്കെ, മോള് തുടങ്ങിക്കോളൂ. കഥ പറയൂ കുഞ്ഞി മുത്തിയമ്മേ. ഒരിക്കൽ കൂടി. കഥ പറയൂ കുഞ്ഞി മുത്തിയമ്മേ. കഥ പറഞ്ഞാൽ കാലുളുക്കും കുഞ്ഞി കുട്ടിയോളെ.
കാലുളിക്കാൽ എന്താണാവോ കുഞ്ഞി മുത്തിയമ്മേ? കാലുളിക്കാൽ കാക്ക വരും കുഞ്ഞിക്കുട്ടിയോളെ. കാക്ക വന്നാൽ എന്താണാവോ കുഞ്ഞി മുത്തിയമ്മേ? കാക്ക വന്നാൽ കഥ പറയും കുഞ്ഞിക്കുട്ടിയോളെ. കഥ പറഞ്ഞാൽ എന്താണാവോ കുഞ്ഞി മുത്തിയമ്മേ? കഥ പറഞ്ഞാൽ കേട്ടിരിക്കും കുഞ്ഞിക്കുട്ടിയോളെ. കേട്ടിരുന്നാൽ എന്താണാവോ കുഞ്ഞി മുത്തിയമ്മേ? കേട്ടിരുന്നിട്ടൊത്തു പാടാം കുഞ്ഞിക്കുട്ടിയോളെ. കാക്ക 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 വന്നു കാക്ക, കാക്ക കഥ പറഞ്ഞു കാക്ക. കാക്ക കാക്ക വന്നു കാക്ക, കാക്ക കഥ പറഞ്ഞു കാക്ക. ഞങ്ങളുടെ കുഞ്ഞു മക്കൾക്ക് വേണ്ടി തന്ന സമ്മാനാണ് കേട്ടോ, നമ്മുടെ വൈറ്റോക്സിലെ താങ്ക് യു. മക്കൾക്ക് വേണ്ടി. എല്ലാവർക്കും ഇഷ്ടായോ? ചക്കരയമ്മ നോക്കൂ, നിങ്ങൾ ഭാവിയിൽ ആരാകാൻ ആഗ്രഹിക്കുന്നുവെന്ന് മേമനോട് ഓരോരുത്തരായി പറയണം. നിങ്ങൾക്ക് ഭാവിയിൽ ആരാവാനാണ് ഇഷ്ടം? ഡോക്ടർ. ഡോക്ടർ. എന്തുകൊണ്ടാണ് ഡോക്ടർ ആവണമെന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ ഡോക്ടർ ആവണമെന്ന് പറയുന്നത്? ആ ജോലി തിരഞ്ഞെടുക്കാൻ കാരണം എന്താ? ആൾക്കാരെ ചികിത്സിക്കാൻ പറ്റും. കേട്ടില്ല മോളെ? രോഗികളെ ചികിത്സിക്കാൻ പറ്റും. രോഗികളെ ചികിത്സിക്കാൻ പറ്റും. വേദന അകറ്റുക എന്നുള്ളത് ഒരു പുണ്യപ്രവൃത്തിയാണ്, അതുകൊണ്ടാണ് അല്ലേ? ഇനി അടുത്തയാള് പറയൂ, എന്താവാനാണ് ആഗ്രഹം? കേൾക്കുന്നില്ലല്ലോ. IAS ഓഫീസർ. കാരണം കൂടി പറയൂ, എന്തുകൊണ്ടാണ് ആ ജോലി തെരഞ്ഞെടുത്തതെന്ന്? എനിക്ക് കേസൊക്കെ കാണുമ്പം ആ ഒരു ജോലിക്കോട് ഭയങ്കര പ്രതീക്ഷ തോന്നും. ആൾക്കാരുടെ കേസൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റും. കുട്ടിയാണല്ലോ. ഇനി അടുത്തയാള് ഹലോ മാം. പറയൂ. മാം Excuse me, ma'am. പറഞ്ഞോളൂ. മാം ഞാൻ ദിയാണ്. എനിക്ക് വലിയതാവുമ്പോ ഒരു കളക്ടർ ആവാനാണ് ഇഷ്ടം. കുട്ടിയാണല്ലോ. എന്തുകൊണ്ടാ മോളെ? അത് ആൾക്കാരിങ്ങനെ ഒത്തിരി ആൾക്കാരെയും ഇങ്ങനെ ഒത്തിരി വെള്ളം കിട്ടാത്ത സ്ഥലത്ത് ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഞാൻ വാർത്തയിലൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ അതെനിക്ക് മാറ്റണമെന്ന് തോന്നി. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ പരിഹരിക്കാൻ അല്ലേ? അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലേ? അതെ. അപ്പൊ നിങ്ങൾ എല്ലാവരും പറഞ്ഞു ഡോക്ടർ ആവണം, കളക്ടർ ആവണം, IAS ഓഫീസർ ആവണം, അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ അങ്ങനെ ആവണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അതിനു വേണ്ടി പരിശ്രമിക്കണം. പരിശ്രമിക്കണം. ആ വാക്കാണ് എനിക്ക് വേണ്ടത്. നമ്മുടെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കണം അല്ലേ? ലക്ഷ്യബോധത്തോടു കൂടി കഠിനമായി പരിശ്രമിക്കണം. അപ്പൊ നമുക്ക് വിജയിക്കാൻ സാധിക്കും. നേമ ഒരു വ്യക്തിയുടെ ജീവിതാനുഭവം നിങ്ങൾക്ക് പറഞ്ഞു തരാം, ചുരുക്കി പറഞ്ഞുതരാം. ദേശീയ വോളിബോൾ കളിക്കാരിയായിരുന്നു അരുണിമ സിൻഹ. 2011 ഒരു ട്രെയിൻ യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ട്രെയിനിലേക്ക് കുറെ കൊള്ളക്കാർ കടന്നു കയറി. അവർ അരുണിമ സിൻഹയുടെ മാല വലിച്ചു പൊട്ടിച്ചു. അവർ തമ്മിൽ പിടിവലിയായി. അവസാനം ആ Excuse me, ma'am. കേൾക്കുന്നില്ല? Ma'am, I'm Vaibhav, today's time manager. Your allotted time will be ended in 5 minutes. ആ കൊള്ളക്കാര് അരുണിമ സിൻഹയുടെ മാല വലിച്ചു പൊട്ടിച്ച് ട്രെയിനിൽ നിന്നും അവരെ തള്ളി താഴേക്കിട്ടു. ആ സമയം തൊട്ടടുത്ത ട്രാക്കിലൂടെ മറ്റൊരു ട്രെയിൻ കടന്നു വരികയും അരുണിമ സിൻഹയുടെ ഇടത് കാലിലൂടെ ട്രെയിൻ കയറി ഇറങ്ങുകയും ചെയ്തു. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കാല് മുട്ടിന് താഴെ മുറിച്ചു മാറ്റണമെന്ന് ഡോക്ടർ ആവശ്യപ്പെട്ടു. അങ്ങനെ കാല് മുറിച്ചു മാറ്റുകയും കൃത്രിമ കാൽ ഘടിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് അരുണിമ സിൻഹ ഒരു പത്രവാർത്ത ശ്രദ്ധിക്കാനിടയായി, എവറസ്റ്റ് കൊടുമുടിയെ കുറിച്ച്. അപ്പൊ അവിടെ വെച്ച് എവറസ്റ്റ് കൊടുമുടി കീഴടക്കണം എന്ന ചിന്ത അരുണിമ സിൻഹയിൽ ഉണ്ടായി. ഒരുപാട് പേര് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടും കഠിനമായി പരിശ്രമിച്ച് അരുണിമ സിൻഹ 2013 എവറസ്റ്റ് കൊടുമുടി കീഴടക്കി. വൈകല്യം ജീവിത വിജയത്തിന് ഒരു തടസ്സമല്ല എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ധീരയായ പെൺകുട്ടിയാണ് അരുണിമ സിൻഹ. എവറസ്റ്റ് മാത്രമല്ല, മറ്റു രാജ്യങ്ങളിലെ 7ഓളം വൻ കൊടുമുടികളും അരുണിമ സിൻഹ കീഴടക്കി. അപ്പൊ ഇത് പറയാൻ കാരണം, നോക്കൂ, വൈകല്യം ഉണ്ടായിട്ട് പോലും
ഒരു ലക്ഷ്യമുണ്ടായിട്ട് അതിനുവേണ്ടി പരിശ്രമിച്ച് വിജയം കണ്ടെത്തിയ ധീരവനിതയാണ് അരുണിമ സിൻഹ. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ആ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ കഠിനമായി പരിശ്രമിക്കണം. നിങ്ങൾ എല്ലാവരും അങ്ങനെയുള്ള കുട്ടികളായി മാറണം. അപ്പൊ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. Thank you, ma'am. Thank you, ma'am. താങ്ക് യു. Thank you, ma'am. Thank you, ma'am. വോട്ട് ഓഫ് താങ്ക്സിനായിട്ട് ആൽഫിയായി ക്ഷണിക്കുന്നു. ആൽഫിയ. ഇന്ന് നമ്മുടെ സമയം കഴിഞ്ഞു പോയതുകൊണ്ടാണ് കുട്ടികളുടെ പരിപാടി ഇന്ന് നടത്താൻ കഴിയാതെ പോയത്. അടുത്ത വെള്ളിയാഴ്ചത്തെ ഈവെന്റിൽ അത് നമുക്ക് ഉൾക്കൊള്ളിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും കൃതജ്ഞത അറിയിക്കുക എന്നതാണ് എന്റെ കർത്തവ്യം. ഇന്നത്തെ ഈ ഇവന്റിലെ പ്രധാന അതിഥിയായി വന്നിരിക്കുന്നത് ശ്രീ ബന്ന ചന്ദ്രമംഗല്ലൂർ ആണ്. ഈ സമയത്തും ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും ടൈം ചെലവഴിച്ചതിനും പല കാര്യങ്ങളും ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിനും ബന്ന സാറിനോട് ഞാൻ നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ സല്യൂ ടീച്ചേഴ്സ് ഗസ്റ്റായി വരികയും ഞങ്ങളോട് സംസാരിക്കുകയും ചെയ്ത മിസ്സസ് ഷീജ ഷാജഹാൻ ടീച്ചറിനും ഞാൻ നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ വൈറ്റ് ടോക്സ് കിഡ്സ് പ്രോഗ്രാം അവതരിപ്പിച്ച കൂട്ടുകാർക്കും ഞാൻ നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന വൈറ്റ് ടോക്സ് ഫൗണ്ടർ ബിനോയ് സാറിനും വിനീത മാമിനും ഞാൻ നന്ദി അറിയിച്ചു കൊള്ളുന്നു. അതേപോലെ തന്നെ പ്രയർ സോങ് അവതരിപ്പിച്ച ലീഡർ ഇഷ മെഹ്റൂറിനും വെൽക്കം സ്പീച്ച് അവതരിപ്പിച്ച ലീഡർ ആദ്യ വേയ്ക്കും നമ്മുടെ ടൈം മാനേജ് ചെയ്ത ലീഡർ വൈഭവിനും ഇന്നത്തെ വൈറ്റ് ടോക്ക് തോട്ട് അവതരിപ്പിച്ച ഐന മറിയത്തിനും ഞാൻ നന്ദി അറിയിക്കുന്നു. അതേപോലെ തന്നെ ഈ ഇവന്റിൽ പങ്കെടുത്ത എന്റെ എല്ലാ കൂട്ടുകാർക്കും അവരുടെ മാതാപിതാക്കൾക്കും ഞാൻ നന്ദി പറയുന്നു. ഏറ്റവും ഉപരി ഈ ഇവന്റിനെ മനോഹരമാക്കിയ സർവശക്തനായ ദൈവത്തിനോട് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ആൽഫിയ. വൈറ്റ് ടോക്സിന്റെ മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും അടുത്ത വെള്ളിയാഴ്ച കാണാം ഇതേ സമയത്ത്. താങ്ക് യു എവരിബഡി. Thank you. Thank you, ma'am. Thank you, ma'am. Thank you.